പശ്ചിമബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി മമതാ ബാനർജി തന്റെ അഭിഭാഷക വൃത്തി രാജ്യത്ത് ജനാധിപത്യം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ, വോട്ടർമാരെ ഇല്ലാതാക്കുമ്പോൾ, അവരുടെ വോട്ടവകാശങ്ങൾ നശിപ്പിക്കുമ്പോൾ അവർക്ക് വേണ്ടി ഭരണഘടനാ പുസ്തകവും പിടിച്ചുകൊണ്ട് വാദിക്കാൻ കയറിയ കാഴ്ച ഇന്ത്യ മഹാരാജ്യത്തെ ഒരു പുതിയ കാഴ്ചയായി എന്നതാണ് സത്യം. ഇതേ രാജ്യത്തിന്റെ തന്നെ മറ്റൊരു സംസ്ഥാനത്ത് ഹിമന്ത ബിശ്വ ശർമ്മ എന്ന് പറയുന്ന മറ്റൊരു മുഖ്യമന്ത്രി അവിടുത്തെ മിയാ മുസ്ലിം സമൂഹത്തിൽപ്പെടുന്ന മനുഷ്യർക്ക് അർഹമായ വേതനം പോലും കൊടുക്കരുതെന്നും കിട്ടുന്നിടത്തെല്ലാം വെച്ച് അവരെ ബുദ്ധിമുട്ടിക്കണമെന്നും അവരെ അസ്വസ്ഥരാക്കണമെന്നും അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാക്കിയാൽ അവരുടെ ബാക്കി കാര്യങ്ങൾ താൻ ഏറ്റുവെന്നും നീതി ചോദിച്ച് അവരെന്റെ പോലീസ് സ്റ്റേഷനിലേക്കും സംവിധാനത്തിലേക്കും വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ കാലത്താണ് മമതാ ബാനർജിയെ പോലൊരു നേതാവ് സുപ്രീം കോടതിയിൽ നേർക്ക് നേരെ കേസ് വാദിക്കാനായി ഗൗണമണിഞ്ഞുകൊണ്ടെത്തിയത്. ഒരുപാട് മുഖ്യമന്ത്രിമാരുണ്ട് ഭയങ്കര വാചാടോപം നടത്തുന്നവർ. സോഷ്യലിസ്റ്റ് ആണെന്ന് പുറംചട്ടയണിഞ്ഞ് രാഷ്ട്രീയത്തിൽ വന്ന ശേഷം വർഗീയ ശക്തികൾക്ക് അടിയറവ് വെച്ച് അതിന്റെ പിന്നാലെ പോയി അധികാരം രുചിച്ചവരുണ്ട്. മൃദു സമീപനങ്ങളിലൂടെ വോട്ട് ബാങ്ക് ഉറപ്പിക്കാൻ വേണ്ടി വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമൂഹത്തെ വീണ്ടും വീണ്ടും ഇരകളാക്കി മിടുക്കന്മാരാവുന്നവരുണ്ട്. അവരുടെ കാലത്താണ് മമതാ ബാനർജി പുതിയ ഒരു മുഖം തുറന്നു വെച്ചത്. പശ്ചിമബംഗാൾ പിടിക്കുക എന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അതിനെല്ലാ ശ്രമങ്ങളും അവർ നടത്തുന്നെങ്കിലും ആ പിടിക്കുന്നതിനും സ്വന്തമാക്കുന്നതിനും അവർക്കിടയിലുള്ള ഏക തടസ്സം മമതാ ബാനർജി എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. അവരുടെ എല്ലാ പ്രതികരണങ്ങളോടും ശൈലികളോടും നമുക്ക് യോജിക്കാനാവില്ല. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഇന്ന് വരെയുള്ള അവരുടെ പോരാട്ടം ഒരു ധാർഷ്ട്യഭാവവും ഏകാധിപത്യഭാവവും ഒക്കെ ആരോപിക്കാമെങ്കിലും മതേതരത്വത്തിൽ വെള്ളം ചേർക്കാതെയാണ് അവർ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അവരുടെ ഭരണമെങ്ങാണം മാറി മറ്റൊരവസ്ഥയിലേക്ക് ആ സംസ്ഥാനം എത്തിയാൽ അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് അതിക്രൂരമായ അവസ്ഥയായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ SIR ധൃതി പിടിച്ച് ഇലക്ഷന് മുമ്പ് നടപ്പിലാക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന് അതിനോടൊപ്പം നടക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളല്ല, കേരളവും തമിഴ്നാടും ഒന്നും പിടിക്കാനാവില്ലെന്ന് BJP നേതൃത്വത്തിന് അറിയാം. അതുകൊണ്ടാണ് കേരളത്തിന് കടലാമയെ കൊടുത്തത്. എന്നാൽ പശ്ചിമബംഗാൾ അവരുടെ ഒരു വലിയ മോഹമാണ്. അത് കിട്ടുന്നതിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളുടെ വേദി ഒരുങ്ങിയ സമയത്താണ് മമതാ ബാനർജി ഈ പറയുന്ന ഗൗണമണിഞ്ഞുകൊണ്ട് പാർലമെന്റിലെത്തിയത്. ഏതായാലും ആ സന്ദർഭത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ അതിനെക്കുറിച്ചൊരു പോസ്റ്റ് ഇട്ടു. നന്ദി ദീദി, ജനാധിപത്യത്തിന്റെ ജീവനായ വോട്ടവകാശം വെല്ലുവിളിക്കപ്പെടുമ്പോൾ നിങ്ങൾ മൗനത്തിന് പകരം ഭരണഘടന തിരഞ്ഞെടുത്തു. ഒരിക്കൽ കൂടെ അഭിഭാഷക വേഷമണിഞ്ഞ് അചഞ്ചലമായ ധീരതയോടെ സുപ്രീം കോടതിയിലേക്ക്. ഇത് നമുക്ക് ചുറ്റും കാണുന്ന രാഷ്ട്രീയ വാചാടവമല്ല, നടപടിയും നിലപാടുമാണ്. അതെ, അതുപോലൊരു നടപടിയും നിലപാടുമാണ് മമതാ ബാനർജി ഈ വിഷയത്തിൽ സ്വീകരിച്ചത്. സല്യൂട്ട് ചെയ്യുന്നു അവരുടെ നിലപാടിന്.